കൂട്ടുകാരെ നമസ്കാരം. ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴ പായിപ്രയിലുള്ള തസ്നി ശിഫഖാന മർമ്മ ചികിത്സാ സെൻ്ററിലാണ്. അപ്പോൾ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്കുള്ള വേദനകൾ, മുട്ടുവേദന, കൈവേദന, വെരിക്കോസ് വെയിന് അങ്ങനെ തുടങ്ങിയ അസുഖങ്ങളെല്ലാം ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു മർമ്മ തെറാപ്പി സെൻ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കൂട്ടുകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം എല്ലാം. കൂട്ടുകാരെ, ഒത്തിരി പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഓരോവിധ അസുഖങ്ങളുടെ കാര്യങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ. ചേട്ടാ പേരെന്താ? എന്റെ പേര് ഷിബു. എവിടെയാ? നാട് എവിടെയാ? കോലഞ്ചേരി. ഇവിടെ ഇപ്പൊ എന്ത് പറ്റിയാ വന്നേ? ഞാൻ എന്റെ 2 ഷോൾഡറും ഭയങ്കര ശക്തമായ വേദനയായിരുന്നു. 6 മാസമായി തുടങ്ങി. അന്ന് വേറെ ചികിത്സ എടുത്തിരുന്നോ? ഗ്ലേക്ക് ഷോറിൽ പോയി തേമാനാന്ന് പറഞ്ഞു. രാജേരി ഹോസ്പിറ്റലിൽ പോയി, അവിടെയും പറഞ്ഞു അവിടെ ട്രീറ്റ്മെന്റ് എടുത്തില്ല, ഫിസിയോതെറാപ്പിയും ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശക്തമായിട്ട് വേദന ഇരിക്കുമ്പോ ഞാനൊരു സുപ്രഭാതത്തിൽ വേറൊരു ആള് പറഞ്ഞ് ഇവിടെ വന്നതാ. വന്നിട്ട് 4 ദിവസമായി. ഭയങ്കരമായിട്ട് കുറവുണ്ട്, ചിന്തിക്കാൻ പറ്റാത്ത കുറവ്. സന്തോഷം, ഭയങ്കര സന്തോഷം. ഇതൊരു കാശ് മുടക്കുന്ന അറിയാം. ഒത്തിരി മാറ്റമുണ്ട്, ചിന്തിക്കാൻ പറ്റൂല. ഞാൻ അടുത്ത ട്രീറ്റ്മെന്റ് തുടങ്ങും. വെരിക്കോസ് വെയിന് ട്രീറ്റ്മെന്റ് എടുക്കാമെന്ന് പറഞ്ഞു, മുട്ടുവേദനക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഈ ഷോൾഡർ പെയിന്റെ വേദന മാറ്റിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് വൈദ്യുതി പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എങ്ങും കിട്ടാത്തൊരു ട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടിയേക്കാം. നമുക്ക് എല്ലായിടത്തും പോസിറ്റീവ് ആ കിട്ടുന്നത് കേട്ടോ. ഇനി പേഷ്യൻസ് ഉണ്ട്, നമുക്ക് അവരോടൊക്കെ ചോദിക്കാം കേട്ടോ. ചേച്ചി പേരെന്താ? വത്സാന്ന് എന്റെ പേര്. എവിടെ? നാട് എവിടെയാ? പെരിങ്ങോട്ടൂര്. ഇപ്പൊ എന്ത് പറ്റിയ ഇവിടെ വന്നേ? ഇത് വെരിക്കോസ് അൾസറായിട്ട് വന്നതാ. ആണോ? ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഒത്തിരി ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു. ഇപ്പം അത് മാറ്റണ്ട്. ഇത് വന്ന പിന്നെ കുറഞ്ഞത്. വേദനകളൊക്കെ ഒന്നുമില്ല, വേദനയും കുറഞ്ഞു, ഇതിന്റെ വ്രണം കുറഞ്ഞു. ഇതിന് മുമ്പ് അലോപ്പതി ചെയ്തപ്പം എങ്ങനെ ഉണ്ടായിരുന്നു? ഒട്ടും കുറവില്ലായിരുന്നു. എനിക്ക് കുറവില്ലായിരുന്നു. ഒത്തിരി ആശുപത്രിയിൽ പോയി, ഒത്തിരി ഹോസ്പിറ്റലിൽ കൂടെ പോയി അടുത്തിരിക്കുവായിരുന്നു ഇവിടെ വന്നത്. അത് കേട്ടറിഞ്ഞു വന്നതാണ്. ഇത് കേട്ടറിഞ്ഞു. അപ്പൊ സന്തോഷമാണ് പറഞ്ഞതില്. സന്തോഷമാണ്. ചേച്ചി പേരെന്താ? ശാന്ത. എവിടെ? വീട് എവിടെയാ? കോട്ടപ്പടി. ചേച്ചിക്ക് ഇപ്പൊ എന്താ പറ്റിയേ? എനിക്ക് തലവേദനയായിട്ട് വന്നതാണ്. ഒരുപാട് ആശുപത്രി കൂടെ പോയി, കുറവുണ്ടായില്ല. ഇവിടെ ഞാൻ മൊബൈൽ കണ്ടു, അങ്ങനെ വന്നു. എനിക്ക് അസുഖങ്ങൾ കുറവുണ്ട്. ഇവിടെ മറ്റേ അലോപ്പതി എടുത്തതിനേക്കാളും സന്തോഷമാണ്. കുറവുണ്ട്. ചേട്ടാ പേരെന്താ? എവിടെയാ? വീട് എവിടെയാ? എന്ത് പറ്റിയാ വന്നേ? ഞാൻ എന്റെ കയ്യ് പൊങ്ങൂലായിരുന്നു. ഒരു 5-8 മാസമായിട്ട് കൈ ഇങ്ങനെ മുകളിലേക്കൊന്നും പൊങ്ങൂലായിരുന്നു. അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത്. വന്ന് 2 ദിവസം കൊണ്ട് തന്നെ എന്റെ കൈ വ്യത്യാസമുണ്ട്. നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. മറ്റേ ആയുർവേദ അലോപ്പതി അങ്ങനെ വേറെ മരുന്നുകളൊക്കെ എടുത്തിരുന്നോ? എടുത്തായിരുന്നു. 2 ഹോസ്പിറ്റലിൽ ഞാൻ പോയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു കൈക്ക് തേമാന ഇതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അവിടുന്ന് പിന്നെ കൂട്ടുകാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇവിടെ വന്നു, വൈദ്യരെ കണ്ടു കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാറ്റം വന്നു. അപ്പൊ തന്നെ നമുക്കൊരു സന്തോഷമാണ്. വരണം, തീർച്ചയായിട്ടും വരണം. ഞാൻ അതേ പറയുള്ളൂ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയുന്നുണ്ട്. ഓ സന്തോഷമാണ്. ചേച്ചി പേരെന്താ? ഉഷ. ഉഷ ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ പായിപ്ര ആണ്. എന്ത് പറ്റിയായിരുന്നു? കാല് വീണ് പൊട്ടുണ്ടായിരുന്നു. അതിന് വേറെ ചികിത്സിച്ചോ? വേറെ 3-4 ആശുപത്രിയുടെ പോയി. അപ്പൊ അവര് പറഞ്ഞു നീരാണ്, അനക്കാതെ വെക്കണം, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ എന്റെ പരിചയമുള്ള 2 പേര് പറഞ്ഞു ഇവിടെ വന്നാൽ ശരിക്കും മാറ്റം വരുന്നു. ഇപ്പൊ എനിക്ക് 5 ദിവസമായി, ഒത്തിരി മാറ്റമുണ്ട്. സന്തോഷമാണ്. മാറ്റമുണ്ടല്ലോ. എന്റെ പേര് ഷാജി. ഞാനിവിടെ വന്നത് മുട്ടുവേദനയായിട്ടാണ്. അത് ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി മാറ്റമുണ്ട്. ഒരാഴ്ചയുള്ളൂ വന്നിട്ട്, അതിനുശേഷം ഒത്തിരി മാറ്റങ്ങളുണ്ട്. അലോപ്പതി ഒത്തിരി ചെയ്തതാണ്, പക്ഷെ അതിന് അന്നേരത്തെ ഒരു പ്രയോജനം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല സുഖമുണ്ട്, കാലിന് നടക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം വന്നപ്പോ ചേട്ടന് ഇത്ര നടക്കത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ചേട്ടന് കാല് ശരിക്കും എടുത്തു വെച്ച് നടക്കാനൊക്കെ പറ്റി. ആദ്യമേ ഞാൻ കൈ പിടിച്ചുകൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ ശേഷം നല്ല വ്യത്യാസം വന്നു. ഇപ്പൊ നല്ല മരപ്പിനൊക്കെ കുറവുണ്ട്, കാലിന് നടക്കാനൊക്കെ ഇച്ചിരി നല്ല ഇതൊക്കെ ആയി.
ഞായറാഴ്ചയായിട്ടും ഞങ്ങളിവിടെ വന്നിട്ടും നമ്മുടെ വൈദ്യം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വൈദ്യം നല്ല ചുറുചുറുക്കൂടെ ഓടി നടന്ന രോഗികളെ കാണുമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ഞങ്ങൾ വൈദ്യന് വേണ്ടി വെയിറ്റ് ചെയ്യാറുന്നു. ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് വൈദ്യന് വേണ്ടി ചോദിക്കാം ഇവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ച് കേട്ടോ. ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. എന്റെ പേഷ്യൻസിനെല്ലാം കണ്ടില്ലേ, അവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തുണ്ടാകുന്ന എല്ലാവിധ പെയിനുകളും, എല്ലാവിധ പെയിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു വയറുവേദന ഉണ്ട്, അത് ഞാൻ ട്രീറ്റ് ചെയ്യാറില്ല. ബാക്കിയുള്ള പെയിൻസുകളെല്ലാം, അതായത് മൈഗ്രെയിൻ പോലുള്ള തലവേദന, ഷോൾഡർ പെയിന്, ബാക്ക് പെയിന്, കാൽമുട്ട്, കൈമുട്ട്, തരിപ്പ്, മരവിപ്പ്, പെയിനുകളെല്ലാം. ഇനിയിപ്പോ ഈ ഒരു കൈ പൊങ്ങാൻ മേലെ ഈ ലെഫ്റ്റ് ഹാൻഡിന്റെ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആ സപ്പോർട്ടിങ് ഇല്ലാതെ കൈ പൊക്കി 3 മിനിറ്റ് കൊണ്ട് ഇവിടെ ഞാൻ ക്ലിയർ ചെയ്ത് വിടും കേട്ടോ. പിന്നെ പേഷ്യൻസിനെ നിങ്ങൾ കണ്ടു. ഓക്കെ. അതിൽ മിക്കതും എന്റെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പേഷ്യൻസുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പോകാൻ ഇനി സ്ഥലമില്ല എന്നും പറഞ്ഞ് വന്നവരാണ്. അവസാന ഘട്ടമാണ്. പിന്നെ ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നോ മെഡിസിനാണ്. ഞാൻ പുറമേ ഉള്ള തൈലം, എണ്ണ, കുഴമ്പെന്നുള്ളതല്ലാതെ ഉള്ളിലേക്ക് ഒരു വസ്തു ആർക്കും ഞാൻ കൊടുക്കുന്നില്ല. അതാണ് എന്റെ ട്രീറ്റ്മെന്റ് ഒരു പ്രത്യേകത എന്നുള്ളത്. പിന്നെ എന്റെ സമീപനങ്ങൾ, അവര് നമ്മളെ പേഷ്യന്റിനോട് പറയുന്നത് അവർ കൃത്യമായി വീട്ടിൽ പോയി ചെയ്യുക എന്നുള്ളതാണ്. അവരതിൽ പിഴവ് സംഭവിച്ചാൽ അതിനകത്ത് വീഴ്ചകൾ സംഭവിക്കാം. പിന്നെ 10 പേര് വന്നാൽ 10 പേർക്ക് ഞാൻ ഇതുപോലെ ചെയ്ത് ക്ലിയർ ആക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയില്ല. പക്ഷെ 10 പേര് വന്നാൽ 7 പേർക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരും. അതിന് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഞാൻ ഇവിടെ മറ്റൊരു ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ, വെരിക്കോസ് അൾസർ, അതേപോലെ മൂലക്കുരു, പൈൽസ്, ഇത് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര കൂടിയ താരന് ആയുർവേദ വിധി പ്രകാരമുള്ള പ്രത്യേക ട്രീറ്റ്മെന്റ് പാക്കേജ് ഇവിടെ ലഭ്യമാണ്, അതും ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് മറ്റെല്ലാരും പറയാൻ മടിക്കുന്ന 2 രോഗങ്ങളാണ്. ഒന്ന് പൈൽസ് സംബന്ധമായിട്ടുള്ള വിഷയം, പിന്നൊന്ന് ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ട പുരുഷന്മാർ ഒരുപാടുണ്ട്. അവർക്കുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാണ്. ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ്. അപ്പൊ രോഗികൾക്ക് ആഴ്ചയിൽ എത്ര ദിവസമാണ് ഇവിടെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസമാണ് ആഴ്ചയിൽ. തിങ്കൾ ടു വ്യാഴമാണ്. 9 to 5 വരെയാണ്. 6 വരെ ആയിരുന്നു. ഇതിപ്പോ ഈ റമദാൻ മാസം നോൽമ്പ് കാലമായതുകൊണ്ട് ഈ ഒരു മാസം മാത്രം 5 മണി വരെ. അത് കഴിഞ്ഞാൽ 6 മണി വരെയാണ് ട്രീറ്റ്മെന്റ് ടൈമിങ്, OP ടൈമിങ്. പക്ഷേ ഇപ്പം ജനത്തിന്റെ, അതായത് പേഷ്യൻസിന്റെ തിരക്ക് കാരണം ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. ഇന്നും ഇപ്പൊ അവസ്ഥ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. എനിക്ക് സന്തോഷമുള്ള, കാരണം ഒരു രോഗി വന്നാൽ അവർക്ക് ഭേദമായ അത്ര സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ബുക്കിംഗ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ബുക്കിംഗ് അല്ലാത്ത ഒരു കേസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണത്. കാരണം ബുക്ക് ചെയ്തവർ വന്നിരിക്കുമ്പോൾ വേറെ ആളുടെ ഇടയ്ക്ക് കയറുമ്പോൾ അത് അവർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കഴിയുന്നതും എല്ലാം ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കും. കൂടാതെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്ന അസുഖം ഭേദമായി പോകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, മർമ്മ ചികിത്സയിലൂടെ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാതെ, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ, അകത്തോട്ട് മരുന്നൊന്നും കഴിക്കാതെ മർമ്മ ചികിത്സയിലൂടെ അസുഖം ഭേദമാക്കുന്ന തെറാപ്പി സെൻ്ററാണ് നമ്മുടെ തസ്നി ശുഭഖാന മർമ്മ തെറാപ്പി സെൻറ്റർ. നമ്മുടെ സെൻറ്റർ വരുന്നത് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി അടുത്തുള്ള പായിപ്രയിലാണ്. പായിപ്ര ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ കവാടത്തിലൂടെയുള്ള വഴിയിലൂടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ക്ലിനിക്ക് ഉള്ളത്. അപ്പോൾ കൂട്ടുകാരെ, വൈദ്യര് പറഞ്ഞ പോലെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ സൈനുദ്ദീൻ വൈദ്യരുടെ ക്ലിനിക്ക് വന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ആരോഗ്യവാനായി കടന്നു പോവുക.